ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഇടിക്കട്ട് വെടിക്കട്ട് ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മട്ടൻ ബിരിയാണി തയ്യാറാക്കാം. മട്ടൻ ബിരിയാണിയിലേക്ക് നമ്മൾ തൈര് ചേർക്കുന്നില്ല, ഇന്ന് നമ്മൾ വെറൈറ്റി രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക. അതിലേക്ക് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് അരി ഇടാവൂ. അപ്പോൾ നമ്മൾ അരി നേരത്തെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് ഊറ്റി മാറ്റി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ചോറ് കുഴഞ്ഞൊന്ന് പോത്ത് നല്ലതായിട്ട് കിട്ടും. പിന്നെ നമ്മളൊരു കടായിലേക്ക് കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പക്ഷേ ആദ്യം തന്നെ അതൊക്കെ ചെയ്ത് വെച്ചാൽ നമ്മുടെ പകുതി ജോലി തീർന്നിട്ടും. പിന്നെ നമ്മൾ മട്ടൻ തയ്യാറാക്കാനായിട്ട് മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മല്ലിയില ഇപ്പോൾ വേണം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ഇതിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി, ബാക്കി വെള്ളം അതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഒരു കടായി എടുക്കുക, കടായിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അല്പം കറുകപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അല്പം സവാള ഇട്ട് കൊടുക്കും. സവാള ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഉള്ളി നമ്മുടെ വെളുത്തുള്ളി അടിയിൽ നിന്ന് പിടിക്കാതിരിക്കാനായിട്ടാണ് കേട്ടോ. പാത്രം അല്ലെങ്കിൽ ചുവട്ടിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളെല്ലാ വീഡിയോയിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് നമ്മുടെ സവാള വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നു. പച്ചമുളക് ചേർത്തതിന് പുറമേ തന്നെ നമ്മുടെ 2 തക്കാളിക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തക്കാളിയുടെ പുളിയാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ തൈര് ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനൊന്ന് തയ്യാറാക്കി നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് വഴണ്ട് കിട്ടിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വെക്കാം, ഇതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ച് മട്ടനൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് ഇതാണ്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 6 വിസിൽ എനിക്കായി, 6 വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മസാല ഒന്ന് നോക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം തന്നെ നമ്മൾ മട്ടൻ മസാല, മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ പാകത്തിന് ചേർത്തോളൂ കേട്ടോ. എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ജീരകം ഇല്ലേ, നമ്മുടെ ചെറിയ ജീരകം, അത് പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. അത് ഇതിൽ കിട്ടിയിട്ടില്ല വീഡിയോയിൽ. പിന്നെ കുറച്ച് ഗരം മസാല, അതല്പം മതി കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നേരത്തെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ സവാളയില്ലേ, അത് കുറച്ച് വാരി അതിലേക്ക് വിതറിയിട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. പിന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് അല്ലേ, ആ മിക്സ് കൂടി കഴുകി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, അത്യാവശ്യം വെള്ളം കൂടി ചേർത്തിട്ട് ജാർക്ക് അത് കഴുകി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വിനിഗർ തക്കാളിയുടെ പുളിയും ഒക്കെയാണ് നമ്മുടെ ഈ മട്ടൻ ബിരിയാണിയിൽ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ തൈര് ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വിനിഗർ ചേർക്കുന്നത് മട്ടൻ്റെ എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനൊക്കെ ആയിട്ടാണ്, ഒരു നല്ലതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മട്ടൻ മസാല ഇവിടെ തയ്യാറായിരിക്കുന്നു. നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറ് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയിലേക്ക് പോവാം. ഇനി നമുക്ക് ചോറ് സെറ്റാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ പൈനാപ്പിൾ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ഈ ഒരു ഫ്ലേവർ നമ്മുടെ ഈ മട്ടൻ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. നമ്മൾ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത്. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇതിൽ കിട്ടും. നല്ലൊരു കളറ്, നമ്മൾ ഫുഡ് കളറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പോൾ നമ്മൾ അടിയിൽ തന്നെ ആദ്യമേ നമ്മുടെ മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ മസാല ചേർത്തതിന് പുറകെ തന്നെ കുറച്ച് സവാള വറുത്തത് കൂടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ചോറ് ഇട്ട് കൊടുക്കുക. ചോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ പൈനാപ്പിൾ ചോറില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ലെയറായിട്ട് നമ്മൾ വീണ്ടും ഉള്ളിയും മറ്റേ പുതിനയിലയോ മല്ലിയിലയൊക്കെ ചേർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മുടെ മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ഈ പൈനാപ്പിൾ പ്യൂരി ചേർത്തിട്ട് ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തൈര് ചേർക്കണ്ട. നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങളുടെ മട്ടൻ ബിരിയാണിയുടെ ലെവല് വേറെയാവും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു മധുരവും എരിവും ഒക്കെ വന്നിട്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മീതെ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കടായി എടുക്കുക. പഴയ ഒരു കടായി എടുക്കുക. കടായിലേക്ക് നമ്മുടെ ഈ പാത്രം ഇറക്കി വെക്കുക കേട്ടോ. ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്, നല്ലൊരു പൈനാപ്പിളിൻ്റെയും നല്ല എന്താ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു എന്താ പറയുക, അടിപൊളി ബിരിയാണിയാണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുന്ന ആ ടേസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. കമൻറ്റും ലൈക്കും ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുതിയ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ. അപ്പോൾ നമ്മുടെ തുടരെയുള്ള വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.